നമസ്കാരം. വോട്ടും കട്ടനിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂട് വലിയ തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വോട്ടും കട്ടനും എല്ലാ ദിവസവും രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ച നിയമത്തെക്കുറിച്ചാണ്. നിയമത്തെക്കുറി ഡീലുണ്ടോ എന്നതാണ് ചർച്ച. ഡീൽ വിവാദമാണ് നിലവിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ചർച്ചകളായി ഇരു മുന്നണികളും BJPയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രതികരണം, നിയമവുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണം, ആ ആരോപണം എത്രമാത്രം ശരിയാണ്, നിയമത്തെക്കുറി ഡീലുണ്ടോ എന്നതാണ് വോട്ടും കട്ടനും പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത് ആസിഫ് മുഹമ്മദും ആൽവിൻ തോമസുമാണ്. ആൽവിൻ, നേരെ ആൽവിനിലേക്കാണ്. ഇത്തവണ ഡീലുണ്ടോ? പ്രതിപക്ഷ നേതാവ് അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി തിരിച്ചടിക്കാനൊക്കെ ശ്രമിച്ചാലൊന്നും അതിൽ ഡീലില്ലാതിരിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. മണ്ഡലം രൂപീകൃതമായ 1957 മുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ 7 CPMൻ്റെ MLAമാർ അവിടെ ഉണ്ടായിട്ടുണ്ട്. 7 പേർ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം നിയമമണ്ഡലം. കഴിഞ്ഞ തവണ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് K മുരളീധരൻ എന്ന് പറഞ്ഞ ജനകീയനായ ഒരു കോൺഗ്രസിൻ്റെ നേതാവിനെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നത്. അങ്ങനെ മത്സരിപ്പിച്ചിട്ടാണ് BJPയുടെ വോട്ട് ശതമാനം ഗണ്യമായി കുറയ്ക്കുന്നത്. ഇനി ഇത്തവണ തിരുവനന്തപുരത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണയും കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശബരിനാഥൻ്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കോൺഗ്രസിൻ്റെ വേറൊരു തരത്തിൽ കോൺഗ്രസിന് വലിയ തോതിൽ അവിടെ സീറ്റ് ഉയർത്താൻ സാധിച്ചു. അദ്ദേഹം മുൻപ് MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിന് ആ മണ്ഡലവും അല്ലെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യത, ഇതൊക്കെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹത്തെ ഇത്തവണയും കൃത്യമായി മത്സരിക്കാൻ ഇറക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ BJPയുടെ വോട്ട് ഷെയർ നോക്കി 2006 വോട്ട് ഷെയർ നോക്കാം. 2006 BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് 5% താഴെയാണ്. മറ്റൊരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത വോട്ട് ഷിഫ്റ്റാണ് പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2011 അത് 37% ആവുന്നു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 47% ആവുന്നു. അതായത് ഈ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ 47% വോട്ടാണ് BJPക്ക് അവിടെ ഉണ്ടായത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും ഇത്രത്തോളം വോട്ട് ഷെയർ കൂട്ടാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഏത് തരത്തിലാണ് ഇത് ഇവിടെ ഒരു അവിടെ UDF സഹായിച്ചത് കൊണ്ട് അവിടെ വോട്ട് ഷെയർ ഉണ്ടായെന്ന് പറയുന്നത്? UDF V. സുരേന്ദ്രൻപിള്ള ഇറക്കിക്കൊണ്ടാണ് ഒരു തവണ വലിയ തോതിൽ വോട്ട് ഷെയർ UDFൻ്റെ കുറഞ്ഞു പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്ന പോലെ സുരേന്ദ്രൻപിള്ളയെപ്പോലുള്ള ഒരു കാൻഡിഡേറ്റ് അന്നത്തെ മുന്നണിയുടെ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂടിൻ്റെ ഭാഗമായി അന്ന് JDUവിൻ്റെ സ്ഥാനാർത്ഥിയായി, ജനതാദൾ യുണൈറ്റഡിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് വരുന്നു. അവിടെ കടുത്ത മത്സരം നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ രാജഗോപാൽ തിരുവനന്തപുരത്ത് തന്നെ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ BJPക്ക് ഒരു മുഖം എന്ന് അന്ന് ആ കാലത്ത് കാണിച്ചിരുന്ന ഒരാളാണ് രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ വിജയം അവിടെ ഉണ്ടായി എന്നത് ഒരു ഡീലിൻ്റെ ഭാഗമാണെന്ന് എങ്ങനെ മുഖ്യമന്ത്രിക്ക് സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? അതായത് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയാണെങ്കിൽ നിയമോ ഡീലാണ്. കാരണം കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് എന്താ പറയുന്നത്? BJP 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളുടെയും പേര് പറഞ്ഞിട്ട് പോലും പറയുന്നു അവിടെ CPMും BJP തമ്മിൽ ഡീലാണെന്ന്. അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാൻ നിയമം ഡീലാണെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആൽവിനും പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. UDF V. സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ക്യാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് എന്താക്കി 9.8% വോട്ടിലേക്ക് UDFൻ്റെ വോട്ട് താഴുകയാണ്. അതായത് ദുർബലമായ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ പോയി BJPക്ക് വോട്ട് ചെയ്യുമെന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ തെളിയിച്ചതാണ്. അതായത് 9% വോട്ട്, അതായത് 10% താഴെ വോട്ട് മാത്രം അവിടെ UDFന് എത്തുന്നു. കോൺഗ്രസ്സുകാർ മുഴുവൻ കൊണ്ട് എവിടെ കുത്തിയത്? CPMനല്ല കുത്തിയത്, BJPക്കാണ് കുത്തിയത്. കാരണം രാജഗോപാലിന് 47.8% വോട്ട്, CPM ആ സമയത്തും 41.1% വോട്ട് CPMന് അപ്പോഴും ഉണ്ട്. ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും CPMൻ്റെത് 38.4% വോട്ട് CPM നേടിയപ്പോൾ 35.7% വോട്ടാണ് BJP നേടിയത്. അതേസമയം UDFൻ്റെ വോട്ട് എന്തായി? 9-ൽ നിന്ന് 25 കൂടി. അതായത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയാൽ ഞങ്ങൾ CPMനല്ല വോട്ട് ചെയ്യുക, CPM വിജയിപ്പിക്കാനല്ല ഞങ്ങൾ നോക്കുക, CPMനെതിരെ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് നിയമത്തെ UDFുകാർ തെളിയിച്ചതാണ്. 2016 തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരിയാണ്, 100% ശരി. അന്നത്തെ മുന്നണിയുടെ സംവിധാനം അനുസരിച്ച് കോൺഗ്രസിന് അന്ന് അവിടെ സീറ്റ് ലഭ്യമാകാൻ സാഹചര്യമില്ലായിരുന്നു. അന്ന് അത് UDFന്റെ മുന്നണിയുടെ ഭാഗമായിരുന്നു JDUവിനാണ് സീറ്റ് കൊടുക്കുന്നത്. ശരിയാ, ആദ്യം പറഞ്ഞ കാര്യം മുഴുവൻ ശരിയാണ്. പക്ഷെ അപ്പോൾ കോൺഗ്രസ്സുകാർ എന്താ ചെയ്യുന്നത്?
അതായത് നിർത്തിയാൽ ഞങ്ങൾ മതേതരത്വം ഒന്നുമില്ല, ഞങ്ങൾ നേരെ പോയി BJP ക്ക് വോട്ട് ചെയ്യും. അല്ല, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ അല്ല, അത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അത്രേ ഉള്ളൂ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അതായത് നിങ്ങളൊരു ദുർബലമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ ഞങ്ങൾ മതേതരത്വം ഒന്നും ഞങ്ങൾ നോക്കില്ല, ഞങ്ങൾ CPM തോൽപ്പിക്കാനായി ഞങ്ങൾ BJP ക്ക് പോയി വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ അവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറയാനുള്ള കാരണം ഈ കണക്ക് പ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണത്തെക്കാൾ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണത്തിനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ വേറൊരു അഭിപ്രായമുണ്ട്. അതായത് ഈ കണക്കുകൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വളർച്ച BJPയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരുപക്ഷെ നമ്മളത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഇടതുപക്ഷക്കാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, UDFന് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വസ്തുതാപരമായി BJP അവിടെ വളർന്നിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതായത് അത് മറ്റ് മണ്ഡലങ്ങളിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ നിയമവുമായി ബന്ധപ്പെട്ട് അതായത് 87-ലും 91-ലും ഈ കണക്കുകളൊക്കെ സംഭവിക്കുന്നതിന് മുൻപ് കുറേ കൂടെ മുന്നേ എടുത്തു കഴിഞ്ഞാൽ 87-ലും 91-ലും BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ശക്തിയായി നിൽക്കുന്ന ഒരു കാലഘട്ടമൊന്നുമല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി കിട്ടുന്നത് 46,000 വോട്ടാണ്. രണ്ടാമത് വരുന്ന UDF സ്ഥാനാർത്ഥിയാണ്. UDF സ്ഥാനാർത്ഥി കിട്ടുന്നത് 26,000 വോട്ടാണ്. പക്ഷേ അന്ന് അവിടെ മത്സരിച്ചിരുന്ന BJP സ്ഥാനാർത്ഥിക്ക് 17,000-ഓളം വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് മലയൻകീഴ് രാധാകൃഷ്ണനും അതോടൊപ്പം തന്നെ മടവൂർ സുരേഷ് എന്ന് പറഞ്ഞ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന 2 കാലഘട്ടങ്ങളിലാണ് 10,000 വോട്ടിന് താഴെ നിയമമണ്ഡലത്തിൽ BJPക്ക് വോട്ട് പോകുന്നത്. അതായത് 10,000-ൽ താഴെ, ഒന്ന് 6,000 ആയിരുന്നു, ഒന്ന് 9,000 ആയിരുന്നു. അതിനുശേഷം ഈ പറയുന്ന തൊട്ട് അവിടെ അപ്പോഴും പ്രധാനപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. N ശക്തൻ മത്സരിക്കുന്നുണ്ട് 2 ടേം. മുരളീധരൻ കരുണാകരൻ മത്സരിച്ച് ജയിച്ചു, പിന്നീട് അവിടുന്ന് രാജിവെച്ച് മാളയിലേക്ക് പോയി. അതിനുശേഷം മുരളീധരൻ മത്സരിക്കുന്നു, മുരളീധരൻ തോൽക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വോട്ട് ഷിഫ്റ്റിന് ഉണ്ടാകുന്ന ഈ മാറ്റം, അതായത് ഈ സുരേന്ദ്രപിള്ള മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടുണ്ടാകുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. അതൊരു വലിയ പെർസെൻറ്റേജിൻ്റെ മാറ്റമാണ്. അത് 13,000-ൽ നിന്ന് 26,000-ലേക്കും പിന്നീട് 41,000-ലേക്കും ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 60,000-ന് മുകളിലാണ് BJPക്ക് വോട്ട് കിട്ടുന്നത്, ഓ രാജഗോപാലിന് വോട്ട് കിട്ടുന്നത്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ BJP ക്രമാനുഗതമായി അവരുടെ സംഘടനാ പണിയെടുത്ത് ആ സംഘടനാ പണിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു വോട്ട് ബേസ്, ഒരു വോട്ട് പോക്കറ്റ് അവിടെ ഉണ്ട്. ആ വോട്ട് പോക്കറ്റ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ അവർ മത്സരിപ്പിക്കുന്ന അവരുടെ സംസ്ഥാന അധ്യക്ഷനെയാണ്. അത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. ഇനി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നതിന് മുൻപ് എന്താണ് അവർ നിയമത്തെടുത്ത പണി? നിയമം എന്ന് പറയുന്നത് 22 വാർഡുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 22 വാർഡുകളും. UDFിൻ്റെ ഒരൊറ്റ വാർഡില്ല നിയമമണ്ഡലത്തിനകത്ത്. നിയമമണ്ഡലത്തിൽ UDF ഭരിക്കുന്ന അല്ലെങ്കിൽ UDFിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു ഒറ്റ വാർഡില്ല. 17 എണ്ണത്തിൽ BJPയും 5 എണ്ണത്തിൽ LDF ആണ്. നേരത്തെ അത് 15-7 15 എണ്ണത്തിൽ BJPയും 7 എണ്ണത്തിൽ LDF ആയിരുന്നു. അപ്പോൾ ഈ കണക്കിൽ നോക്കുമ്പോഴേ നിയമമണ്ഡലത്തിനകത്ത് BJP കൃത്യമായി കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അവരുടെ നേതാക്കൾ ജയിച്ചു വരുന്ന ആരൊക്കെയാണ്? മഞ്ജു, GS ആശാനാഥുണ്ട്, കരമന ജയനുണ്ട്, അതുപോലെ തന്നെ VV രാജേഷ് നിയമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. അവരുടെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും, പൂജപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കൾ, മുടവൻമുകളിൽ നിന്നുള്ള നേതാക്കൾ, തിരുമല പോലുള്ള പ്രദേശമൊക്കെ പണ്ട് മുതലേ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലകളാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഡീലുണ്ടോ ഇല്ല എന്നത് സംബന്ധിച്ച് ഈ പറയുന്ന കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ പോലും സംഘടനാപരമായി അവിടെ കോൺഗ്രസ് വളർന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. BJP നിയമത്ത് മാത്രമല്ല, നിയമത്ത് ശതമാനക്കണക്കിൽ മാറ്റം ഉണ്ടാകാം. പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ട് BJP കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 22 മണ്ഡലങ്ങളിൽ അവർ ശക്തമായ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശതമാനമല്ല, അത് 5-6% വരെ വോട്ട് വർദ്ധിപ്പിച്ചു. എൻ്റെ വിമർശനം ഈ സംഘടനാ പ്രവർത്തനം BJP എടുക്കുമ്പോൾ മറുവശത്ത് CPM അതിനെ അതേ രീതിയിൽ പ്രതിരോധിക്കാനുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വീശംകുട്ടി നേരിട്ടിറങ്ങിയുള്ള പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല അവിടുന്നുള്ള നേതാക്കൾ നമുക്കറിയാം വൈകാരികമായിട്ടുള്ള പല പ്രതികരണങ്ങളും പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു കൗൺസിലറെ പോലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ UDF? അത് ആത്മവിമർശനം എന്ന നിലയിൽ അത് കോൺഗ്രസ് ഏറ്റെടുത്തേ സാധിക്കുകയുള്ളൂ. കാര്യം നമുക്കറിയാം തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ വിജയിച്ച് വന്നിരുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന MLA-മാർ അവർ കുറച്ചുകൂടെ ജനകീയ മുഖമുള്ളവരായിരുന്നില്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമായിരിക്കും. പക്ഷേ ആ ജനകീയ മുഖം നമുക്ക് ഇപ്പോൾ N ശക്തൻ 2 തവണ ജയിക്കുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് വളരെ ചുരുക്കം ചില കരുണാകരൻ മാത്രമാണ് ഒഴിച്ചു നിർത്താൻ പറ്റുന്നത്. കരുണാകരൻ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളുമല്ല, മാളയിലേക്ക് അവിടെ ജയിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞില്ലേ? അത് തിരിച്ചറിഞ്ഞപ്പോഴല്ലേ മുരളീധരനെ ഒരു വളരെ ജനകീയനായ ഒരാളെ, വളരെ പ്രോമിസിംഗ് ആയിട്ടൊരാളെ അവിടെ കൊണ്ടുവന്നു. മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് ശിവൻകുട്ടി കഴിഞ്ഞ തവണ നിയമസഭ കണ്ടത്.
പക്ഷേ ഓക്കെ അതിനോട് അതിനു മുമ്പ് മറ്റേ UDF ദുർബലമായ സ്ഥാനാർത്ഥി നിർത്തി BJP നിയമസഭ കാണിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതും വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ മുന്നണി സംവിധാനത്തിൽ കോൺഗ്രസ് അല്ല നമ്മുടെ മത്സരിക്കുന്നത്. അത് കോൺഗ്രസ് അല്ല, ആയിക്കോട്ടെ. പക്ഷേ കെ മുരളീധരൻ അവിടെ മത്സരിച്ചു. ആൽവിൻ പറഞ്ഞതുപോലെ ശരി, BJP തിരിച്ചിട്ടുണ്ടായി. ഓക്കെ, അതിനുശേഷം അവിടെ സംഘടനാ പണി എടുത്തിട്ടുണ്ടോ നിയമത്ത്? അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് സംഘടനാ പണി അതായത് നിയമസഭ വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ വോട്ട് വാങ്ങാൻ കഴിയുമെന്നുള്ളൊരു മിഥ്യാധാരണയാണ്. കാരണം അവിടെ സംഘടനാ പണി എടുത്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിയമത്തിൽ വരുന്ന 22 വാർഡുകളിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ വളരെ കൃത്യമായി കോൺഗ്രസ് അവിടെ പണിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ സംഭവിച്ചെന്താ, ഈ BJPയുടെ കടന്നുകയറ്റം വല്ലാതെ കൂടിപ്പോയി. BJPയുടെ വോട്ട് ഷെയർ അവിടെ കൂടിപ്പോയി. BJPക്ക് വേരോട്ടാക്കാൻ സാധിച്ചോ? തെറ്റ് പറയുന്നില്ല. അവിടെ കഴിഞ്ഞ 5 വർഷം മുമ്പ് കെ മുരളീധരൻ അവിടെ ഇറക്കിയെങ്കിൽ ആ സംഘടനാ സമിതിനെ അവിടെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കെ മുരളീധരനെ കൊണ്ട് നിങ്ങൾ മത്സരിപ്പിച്ചു. 25% വോട്ടിലേക്ക് 9-ൽ നിന്ന് 25-ലേക്ക് ഉയർത്തി. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനുശേഷം അവിടെ കോൺഗ്രസ് സംഘടനാ പണി എടുത്തിട്ടില്ല. സംഘടനാ പണി കോൺഗ്രസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വാർഡിലെങ്കിലും കോൺഗ്രസ് ജയിക്കാൻ പറ്റില്ല. അതിപ്പോ നിയമം സംബന്ധിച്ച് പറയല്ല, നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കി എത്ര മെച്ചപ്പെട്ട് കോൺഗ്രസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ച ഒരാളെയാണ് ഇത്തവണ ഇറക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുപോലും ബന്ധപ്പെട്ട് ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുണ്ടായ ചർച്ച എന്താണ്? വൈഷ്ണവ് സുരേഷിനെ കൊണ്ടുവരാൻ അനാവശ്യമായ ചർച്ച ഉണ്ടാക്കേണ്ട പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പല പേരുകൾ ഉയർന്നു വരും. മണ്ഡലം വരുമ്പോൾ പല പേരുകൾ ഉയർന്നു വരും. ഏതെല്ലാം സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുമോ സാധിക്കാൻ അത് ചർച്ചയിലേക്ക് വരും. ഏത് മുന്നണിക്ക് മാറ്റണം എന്നുള്ള അത് തന്നെയാണ് സംഭവിച്ചത്. അന്ന് JDU UDF ഉള്ളപ്പോൾ JDU അന്ന് ആ സീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അത് കോൺഗ്രസ് മത്സരിക്കാൻ ഇടമില്ലായിരുന്നു അവിടെ. കോൺഗ്രസ് ഒരു പക്ഷേ കുറച്ചുകൂടി വേറെ ആയിരുന്നു. അല്ല, അത് മുന്നണി സംവിധാനമല്ല. ആ മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് സീറ്റ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കോൺഗ്രസ് അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് ന്യായമില്ല. അല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ല. ഏത് സീറ്റ് ഇപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരം കഴിഞ്ഞ സംസാരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്തുകൊണ്ട് UDF മത്സരിക്കും? ശിവകുമാർ ആവശ്യപ്പെട്ട സീറ്റാ. എന്തുകൊണ്ട് CP ജോൺ അത് ഏൽപ്പിച്ചിരിക്കുന്നു? അത് ആ മുന്നണി സംവിധാനത്തിൽ അങ്ങനെ ഒരു സീറ്റ് അവിടെ കൊടുക്കണമെന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ അതിന്റെ ഫലം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് കെ കരുണാകരനെ മത്സരിപ്പിക്കുന്ന സീറ്റിൽ N ശക്തൻ മത്സരിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായ സീറ്റിൽ ആ സീറ്റിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു ഘടകകക്ഷിക്ക് ആ സീറ്റ് കൊടുത്ത് അവിടെ ഇത്തരത്തിലൊരു സാഹചര്യം ഈ BJPക്ക് വളരാനുള്ള അല്ലെങ്കിൽ BJPക്ക് വളരാനുള്ള എന്നല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ നമ്മൾ കണ്ടതല്ലേ ഏത് മുന്നണിയും ആയിക്കോട്ടെ, അവർക്ക് അവിടെ ഒരു സീറ്റ് അലോട്ട് ചെയ്യുമ്പോൾ ആ സീറ്റിൽ ഇന്നയാൾ മത്സരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രധാന കക്ഷിക്ക് മത്സരിക്കാൻ കഴിയില്ലാതെ വരും. ചിലപ്പോൾ അത് മറ്റൊരു ഘടകകക്ഷിക്ക് ഒരാൾ കൊടുക്കേണ്ടി വരും. അതിലെന്താണ് തെറ്റുള്ളത്? അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായി മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവ് അല്ലെങ്കിൽ ഒരു ജനകീയത ഉണ്ടാക്കിയെടുക്കാൻ അന്നത്തെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു തർക്കമില്ലാത്ത കാര്യം. ഈ ജനകീയതയുടെ ഭാഗമായിട്ടാണോ 26,000-ൽ വോട്ടാണ് നഷ്ടപ്പെട്ടത്? അതുപോട്ടെ, ഞാനും പറയുന്ന പോയിന്റ് ആദ്യം മുതൽ, അതായത് ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ CPM നോട്ട് ചെയ്ത് BJP ജയിക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കാൻ നല്ല കോൺഗ്രസ് നോക്കുക, നേരെ പോയി BJP വോട്ട് ചെയ്യും CPM-നെതിരെ എന്നുള്ളതാണ് എന്റെ പോയിന്റ് ആദ്യം മുതലേ. അല്ല, അതാണ് നടന്നേക്കുന്നത്. കഴിഞ്ഞ തവണ കെ മുരളീധരൻ വന്നു. കെ മുരളീധരൻ നല്ല മത്സരം കാഴ്ചവെച്ചപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഫ്ലോട്ടിംഗ് വോട്ടുകൾ, ഈ പറയുന്ന നമുക്ക് സാമുദായികരമായി നോക്കിയാൽ ആ ഫ്ലോട്ടിംഗ് വോട്ടുകൾ പലതും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത് പി ശിവൻകുട്ടിയിലേക്കാണ്. വോട്ടുകൾ പോയതുകൊണ്ട് മാത്രമാണ് ഒരിക്കലുമല്ല നിയമസഭ. ഇത്തവണ നോക്ക്, അങ്ങനെയെങ്കിൽ ഇത്തവണ നോക്ക്. പോട്ടെ, ഒരു തവണ വി സുരേന്ദ്രൻ പിള്ള മത്സരിച്ചു, അവിടെ തോറ്റുപോയി. BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ടായി. ആ BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ടായ ആൾ അത് നമ്മൾ മറക്കരുത്. രാജഗോപാൽ എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും മുതിർന്ന അന്നത്തെ ഏറ്റവും ജനകീയനായ മുഖമുണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹം വന്ന് ജയിച്ചു എന്നുള്ളതിനകത്ത് തെറ്റൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പോട്ടെ, അവിടെ ജയിച്ചു. അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കഴിഞ്ഞ തവണ മുരളീധരനെ ഇറക്കുന്നു. ഇത്തവണ അതിനേക്കാൾ നല്ല ശക്തമായ ഫൈറ്റിന് വേണ്ടിയല്ലേ ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കുന്നത്. അപ്പോൾ ഡീലാന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിൽ നിന്ന് കോൺഗ്രസ് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. തെറ്റിതിരുത്തൽ പാതയിലാണ് കോൺഗ്രസ് എന്ന് പറയാം. ഇത്തവണയും ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകൾ വളരെ കൃത്യമായി
നിർണ്ണയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പോരാട്ടമാണ് നിയമത്തിൽ നടക്കേണ്ടിയിരിക്കുന്നത്. കണക്കുകൾ സൂചിപ്പിച്ച് വിലയിരുത്തലുകൾ നടത്തിയാൽ സ്വാഭാവികമായും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കഴമ്പുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കാം. നഷ്ടപ്പെട്ട വോട്ടുകൾ, ഫ്ലോട്ടിംഗ് വോട്ടുകൾ അത് എത്ര തിരിച്ചു പിടിക്കും, നിയമത്തിൽ ഡീൽ നടന്നിട്ടുണ്ടോ, മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്തവണ പ്രതിഫലിക്കുമോ, ഇത്തവണ ശബരിനാഥൻ വഴി UDF എല്ലാത്തിനുള്ള മറുപടിയും നൽകുമോ, വി ശിവൻകുട്ടി മണ്ഡലം നിലനിർത്തുമോ, അതോ ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ, വീണ്ടും അക്കൗണ്ട് തുറക്കാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയുമോ, BJPയുടെ സംഘടനാ ശക്തി അതിന് നിർണായക പങ്കാകുമോ, എല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. ജനങ്ങളാണ് അന്തിമമായി വിധിയെഴുതുന്നത്. ആ വിധിയെഴുത്തിന് ശേഷം വീണ്ടും ഇത്തരം വിശകലനങ്ങളുമായി ന്യൂസ് മലയാളം ഉണ്ടാകും. ഓട്ടും കെട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.